ഹലോ ഗൈസ്, മഴക്കാലാണല്ലേ? ഒരുപാട് പകർച്ചവ്യാധികൾ പരന്ന് പിടിക്കുന്ന സമയമാണ്. ഈ ഇടയ്ക്ക് കൂടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ 300 സംതിങ് പേര് വയറിളക്കമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന്. ഈ മഴക്കാല സമയത്താണ് കോളറ പടർന്നു പിടിക്കുന്നത്. അപ്പോൾ ഈ കോളറ വരാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന് വെച്ച ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. വേവിച്ചതോ തൊലി കളഞ്ഞതോ ആയ പഴങ്ങളോ പച്ചക്കറികളോ മാത്രം കഴിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുക. കുടിക്കുന്ന വെള്ളം അണുബാധയില്ലെന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുക. പിന്നെയോ, ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭക്ഷണങ്ങളും നന്നായി പാകം ചെയ്തതിനു ശേഷം മാത്രം കഴിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. വായ കഴുകാൻ പോലും വൃത്തിയുള്ള വെള്ളം ഉപയോഗിക്കുക. വഴിയോരങ്ങളിൽ നിന്നും ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെയോ, എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുക, കൈയും കാലും നന്നായി കഴുകുക. കൈ നന്നായി സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫുഡ് പ്രൊഡക്റ്റ് നമ്മൾ കവർ ചെയ്തത് മാത്രം വാങ്ങിക്കുക. ഫുഡ് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് കുഞ്ഞുങ്ങൾ കടയിൽ നിന്നൊക്കെ ചോക്ലേറ്റ് വാങ്ങുന്നത്, ചില ചോക്ലേറ്റുകളിൽ കവർ ഉണ്ടാകാറില്ല. അവർ ബോട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുക്കുന്നത് കാണാറുണ്ട്. അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്ത് വരുന്ന ചോക്ലേറ്റുകൾ വാങ്ങിക്കുക. അത് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. മാക്സിമം കവർ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റും വാങ്ങി, അതായത് കവർ ചെയ്യാതെ ഡയറക്റ്റ് ബോട്ടിലിട്ടിട്ട് തരുന്ന ചോക്ലേറ്റുകളൊന്നും വാങ്ങി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കോളറ വരാതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് കഴിയും. എന്തൊക്കെയാണ് കോളറയുടെ ലക്ഷണങ്ങൾ? എന്തൊക്കെ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് എത്തിക്കണം? പനി, നിർജ്ജലീകരണം, വയറിളക്കം, തളർച്ച, ക്ഷീണം, ഛർദി. ഇതൊക്കെ കണ്ടാൽ ഉടൻ തന്നെ ORS ലായനി കലക്കി കൊടുത്ത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കണം. കാരണം എന്താ, നിർജ്ജലീകരണം സംഭവിക്കും തോറും നമ്മുടെ ജീവൻ അപകടത്തിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കാൻ ശ്രദ്ധിക്കണം.